ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ഇടുക്കി ജില്ലയിൽ സൺസെറ്റ് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാട്ടോ നമ്മൾ യാത്ര പോകുന്നത്. ഇതാണ് കട്ടപ്പന ടൗൺ. വിശാലമായി പരന്നു കിടക്കുന്ന ഒരു മനോഹരമായ ടൗൺ ആട്ടോ നമ്മുടെ കട്ടപ്പന. കട്ടപ്പന ടൗണിൻ്റെ മധ്യഭാഗത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് സെൻട്രൽ ജംഗ്ഷൻ. 4 സൈഡിലേക്കും വഴികളുള്ള ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഗുരുമന്ദിരം കാണാം, ഗാന്ധി സ്തൂപം കാണാം. നിങ്ങൾ ആരെങ്കിലും കട്ടപ്പനയിലൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ ഈ മധ്യഭാഗത്തുകൂടിയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുമന്ദിരം. നമ്മുടെ ഗാന്ധിജി പ്രതിമ അവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഡബ്ബ് ചെയ്യുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇപ്പോഴും നമ്മൾ ടൗണിൽ കൂടി തന്നെയാട്ടോ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പള്ളിക്കവലയിലെത്തി. ഇവിടെയാണ് സെൻറ്റ് ജോർജ് സ്കൂളും പള്ളിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ, കോട്ടയം റൂട്ട്. റോഡെല്ലാം ടാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മനോഹരമായേ. ഇപ്പോൾ നമ്മൾ പുതിയകാവ് അമ്പലത്തിൻ്റെയൊക്കെ ഏകദേശം ആ ഭാഗത്തെത്തി. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുതിയകാവ് അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? കണ്ടോ, ഇതാണ് പുതിയകാവ് അമ്പലം. അങ്ങ് അകലെ കാണുന്നത് കണ്ടോ, അതാണ് കല്യാണത്തണ്ട് മലനിരകൾ. ഇടയ്ക്ക് നമുക്ക് കല്യാണത്തണ്ട് പോയി വീഡിയോ ചെയ്യാം. കല്യാണത്തണ്ട് മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറായ അഞ്ചുരുളി സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ അഞ്ചുരുളിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മൾ അങ്ങോട്ടേക്കാട്ടോ യാത്ര പോകുന്നത്. ഇപ്പോൾ നമ്മൾ കക്കാട്ടുകടയിലെത്തി. ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് അഞ്ചുരുളി ടണലിലേക്ക് എത്തിച്ചേരാനായിട്ട്. കുറച്ച് ദൂരേ ഉള്ളുവെങ്കിലും വഴി അല്പം മോശമാണ്. ചെറിയൊരു പോക്കറ്റ് റോഡ് പോലത്തെ വഴികളാണ്. നമുക്ക് ഇവിടെ നിന്ന് പിന്നെ നോക്കുമ്പോൾ വലിയ ടൂറിസ്റ്റുകൾ ഉള്ളതുപോലെ ഒന്നും തോന്നത്തില്ല. പക്ഷെ അവിടെ ചെല്ലണം. നമുക്ക് നോക്കാം അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരുണ്ടാവുമെന്ന്. ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കക്കാട്ടുകട. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ വഴി അല്പം മോശമാണെന്ന്. കണ്ടോ, എന്നാലും ഒത്തിരി വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ കൂടി ഉണ്ട് ഉള്ളിലേക്ക് പോകണം. ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു വനപ്രദേശത്താണ് ഈ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് കല്യാണത്തണ്ട് മലനിരകൾ മേളിൽ കാണാം. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കണ്ടോ, ഇരു സൈഡുകളിലും വീടുകൾ നിറയെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണാൻ. തെങ്ങും ഏലവും ഒക്കെയാണ് ഇവിടെ കൂടുതൽ. ഇത് കണ്ട് ചെറിയൊരു പുഴ അതിലൂടെ ഒഴുകുന്നുണ്ട്. നമ്മൾ പതുക്കെ വനമേഖലയിലേക്ക് കടന്നു തുടങ്ങി. ഇനിയും 2-3 വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ആ കല്യാണത്തണ്ട് മലയാട്ടോ കാണുന്നത്. ഞാനിവിടെ അഞ്ചുരുളി ടണലിൽ ഒരു 3-4 വട്ടം വന്നിട്ടുണ്ട്. നിങ്ങൾ വന്നവരുണ്ടോ? കട്ടപ്പനക്കാരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം അഞ്ചുരുളി ടണലിനോട് അടുത്തെത്താറായി. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു വലിയൊരു മരം കാണാവേ. ഒരു മരം മുത്തശ്ശി. ദേ കണ്ടോ, വലിയൊരു മരം. ഒത്തിരി നാളായി പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്ത് ഹൈറ്റിലാണോ നിൽക്കുന്നത്? ഈ വീഡിയോയിൽ അതത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മരം കാണാനായിട്ട്. കണ്ടോ, ശിഖരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. വീഡിയോയിൽ അത്ര ഭംഗി കാണുന്നില്ല. ഇത് നമ്മൾ ഏകദേശം അഞ്ചുരുളി ടണലിലെത്തി കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ നമ്മൾ പോരുന്ന വഴിക്ക് ടൂറിസ്റ്റുകളെ ഒന്നും കാണാൻ പറ്റിയില്ല എന്ന്. ഇവിടെ വന്നപ്പോൾ കണ്ടോ, നിറയെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഒരു 5-5:30 ആയപ്പോഴാട്ടോ നമ്മളിവിടെ ഏകദേശം എത്തിച്ചേർന്നത്. ഇത് നമ്മളിപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. 2-3 ചേച്ചിമാരൊക്കെ അതിലിരുന്ന് ആടുന്നുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കണ്ടോ, ഒരു ചേട്ടൻ അവിടെ നിന്ന് ചേച്ചീനെ ആട്ടുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇതാട്ടോ അഞ്ചുരുളി. ഇത് നമ്മൾ താഴത്തേക്ക് എത്താറായേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കണ്ടോ, നിറയെ വെള്ളമായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് അഞ്ചുരുളി ടണൽ. ഈ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകി താഴേക്ക് വരുന്നത്. ഇരട്ടയാറ്റിൽ നിന്നാണ് ഈ ടണൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. കടൽ പോലെ കണ്ടോ, വെള്ളം കുത്തി ഒഴുകുന്നത് കണ്ടോ. ഒരു നല്ല മനോഹരമായൊരു ദൃശ്യം തന്നെയാട്ടോ ഇത്. കാണാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. വൈകുന്നേരങ്ങളിൽ വരുന്നതാണ് ഏറ്റവും ഭംഗി. നമുക്ക് സൺസെറ്റ് കാണാം. നിറയെ വെള്ളമുണ്ട്. എന്നാലും ഇപ്പോൾ ഇച്ചിരി വേനൽക്കാലം സ്റ്റാർട്ടായതുകൊണ്ട് കുറച്ച് വെള്ളക്കുറവുണ്ട്. ഇതിനേക്കാൾ വെള്ളം കാണുന്നതാണ്. ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്.
വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. കണ്ടോ, നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒത്തിരി ആൾക്കാരില്ല, എന്നാലും നല്ല ആൾക്കാരുണ്ട്. ഇത് നമ്മൾ സൺസെറ്റ്, എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യണം. എന്നാലല്ലേ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. കടലും കായലും ഒന്നും ഇല്ലാത്ത നമ്മുടെ ഇടുക്കിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ഈ അഞ്ചുരുളി ടണൽ. കണ്ടാലും മതി വരാത്ത അത്ര ഭംഗിയാണ് നമ്മുടെ അഞ്ചുരുളി ടണൽ. ഇത് KSEBയുടെ ഒരു വാണിംഗ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ടണലിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ഒരു 6:15 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചു അവിടെ നിന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാട്ടോ നെരിയമ്പാറ പള്ളി. ഇതൊക്കെ കണ്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ്. താങ്ക് യു.